ദാസന്മാർക്കും കടന്നുവരിക്കുന്ന എല്ലാ ദൈവജനത്തിനുമായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടെ ഇപ്രകാരം ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവമിടയാക്കുന്ന നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന്റെ ദാസനും യാത്രയിലും ശുശ്രൂഷയിലുമായിരിക്കുന്നത് കൊണ്ട് ഇന്ന് ഇപ്രകാരം ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ല. കർത്താവിന്റെ ദാസനെയും ഓർത്ത് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പ്രാർത്ഥനയോടെ കൊലോസി ലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായം നമ്മൾ അവസാന ഭാഗങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. കൊലോസി ലേഖനത്തിന്റെ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങൾ വായിച്ച് നമ്മൾ നിർത്തിയ 5-6 വാക്യങ്ങൾ 4-ാം അധ്യായം 5 and 6 ദൈവസന്നിധി നമുക്ക് വായിക്കാം. Walk in wisdom toward outsiders, making the best use of the time. Let your speech always be gracious, seasoned with salt, so that you may know how you ought to answer each person. Amen. Thank you, Andy. Sorry. ദൈവസന്നിധിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊലോസി ലേഖനത്തിന്റെ ബാക്കി ഭാഗങ്ങൾ ചിന്തിച്ചപ്പോൾ പുറത്തുള്ളവരോട് സഭ എപ്രകാരം പെരുമാറണമെന്ന് അപ്പോസ്തലനായ പൗലോസ് ആഗ്രഹിച്ചത് അവസാനം പറഞ്ഞു നിർത്തുകയായിരുന്നു. ഇതിനുശേഷം പ്രത്യേകിച്ചൊന്നും സഭയോട് എന്ന് പറയുന്നത് പോലെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നില്ല. അവസാനം പറഞ്ഞു നിർത്തുന്നത് നിങ്ങൾ പുറത്തുള്ളവരോട് എങ്ങനെ ഇടപെടണമെന്ന് പറഞ്ഞിട്ടാണ് പൗലോസ് നിർത്തുന്നത്. സഭയിൽ എങ്ങനെ ഇടപെടണമെന്ന് ആദ്യം പറഞ്ഞു, കുടുംബത്തിൽ എങ്ങനെ ഇടപെടണമെന്ന് പറഞ്ഞു, പിന്നീട് ജോലി സ്ഥലത്ത് എങ്ങനെ ഇടപെടണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മളൊരു പൊസിഷനിൽ ഇരിക്കുകയാണെങ്കിൽ എപ്രകാരം നമ്മൾ ഇടപെടണമെന്ന് പറഞ്ഞു, വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവമായിട്ടുള്ള ബന്ധം എങ്ങനെ നമ്മൾ കൊണ്ടുപോകണം എന്ന് ദൈവദാസൻ പറഞ്ഞു. പ്രാർത്ഥനയെപ്പറ്റിയും ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെ പറ്റിയും ഒക്കെ പറഞ്ഞതിന് ശേഷം അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥനയ്ക്കായി തന്റെ വിഷയങ്ങളെയും തന്റെ ആവശ്യങ്ങളെയും പറഞ്ഞതിന് ശേഷം അപ്പോസ്തലനായ പൗലോസ് അവസാനമായി സഭയോട് പറയുകയാണ്, കൊലോസി സഭയോട് പറയുകയാണ്, ഓക്കെ, നിങ്ങൾ സത്യസുവിശേഷം കേട്ടതാണ്, അതെല്ലാം നല്ല കാര്യമാണ്, സ്തോത്രം. എന്നാൽ നിങ്ങൾ പുറത്തുള്ളവരോട് സമയം ഒട്ടും നഷ്ടമാകാതെ ഈ സത്യസുവിശേഷത്തിന്റെ വക്താക്കളായി നിൽക്കണം. നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ പെരുമാറ്റം സുവിശേഷത്തിന് ഒരിക്കലും ബുദ്ധിമുട്ട് വരുത്തുന്നത് ആകരുത് എന്നാണ് അപ്പോസ്തലനായ പൗലോസ് അവസാനം പറഞ്ഞു വെക്കുന്നത്. കാരണം സുവിശേഷ വേലയിൽ തനിക്ക് അവസരങ്ങൾ ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുവിൻ എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോഴും അതിന് അവസരങ്ങൾ ലഭിക്കുവാനുള്ള ഒരു ഏറ്റവും വലിയ വഴി എന്ന് പറയുന്നത് ഓൾറെഡി ഈ സുവിശേഷത്തിലേക്ക് വന്നിട്ടുള്ള ആൾക്കാർ അവരുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നത് തീർച്ചയായിട്ടും സുവിശേഷത്തിന് വലിയ ഓപ്പർച്യൂണിറ്റി ആണ് എന്നത് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. സ്തോത്രം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ആ ഭാഗങ്ങളെ തന്നെ അവസാനം പറഞ്ഞിട്ട് അവസാനിപ്പിച്ചത്. സ്തോത്രം. അത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറെ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചിരുന്നു. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പെരുമാറ്റം അത് ജ്ഞാനത്തോടു കൂടിയൊക്കെ ഉള്ളതായിരിക്കണമെന്നും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കണം. കാരണം നമ്മൾ കൃപ ലഭിച്ചവരാണ്. ദൈവം നമ്മളോട് വളരെ മേഴ്സിഫുൾ ആയിട്ട്, വളരെ ഗ്രേസോടുകൂടി, കരുണയോടുകൂടി, കൃപയോട് നമ്മളോട് ഇടപെട്ടിട്ടുള്ള ദൈവമാണ്. ഒരുപക്ഷെ കർത്താവ് നമ്മളോട് ദയയും കരുണയും കാണിച്ചിരുന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ആരും കർത്താവിന്റെ സഭയിൽ നിൽക്കയില്ലായിരുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് പുറത്തുള്ളവരോടും അങ്ങനെ പെരുമാറാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. അതുമായി ചേർത്ത് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് സമയത്തെ നമ്മൾ ഒരിക്കലും പാഴാക്കി കളയരുത്. നമുക്ക് കിട്ടുന്ന ഓരോ അവസരവും, അതൊരു പക്ഷേ വാക്കുകൊണ്ട് സുവിശേഷം പറയാൻ കിട്ടുന്ന അവസരമായാലും, നമ്മുടെ ലൈഫിൽ നമ്മുടെ ജീവിതം കാണിച്ചു കൊടുക്കാൻ കിട്ടുന്ന അവസരമായാലും, നമ്മളങ്ങ് തോറ്റുപോയാലും കുഴപ്പമില്ല, നമ്മളങ്ങ് ഒരുപക്ഷെ അവരുടെ മുന്നിൽ ഇല്ലാതായി എന്ന് തോന്നിയാലും കുഴപ്പമില്ല, നമുക്കവിടെ ക്രിസ്തുവിനെ, അതായത് പരിജ്ഞാനത്തോടെ നമുക്ക് വെളിപ്പെടുത്താൻ കഴിയണമെന്ന് പറയുമ്പോൾ ക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെടുത്താൻ അവിടെ കഴിഞ്ഞെങ്കിൽ അത് നമ്മുടെ ലൈഫിൽ കർത്താവിന്റെ സന്നിധിയിൽ നോക്കുമ്പോൾ വിജയമായിരുന്നു. ബാക്കിയുള്ള ലോകത്തിന്റെ വിജയങ്ങൾ നമ്മളിൽ ഓരോ ദിവസവും നടന്നില്ലയോ എന്നുള്ളതാണ് ലോകം നോക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ പോലും അങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത്. പക്ഷെ കർത്താവിന് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ പെരുമാറ്റം കൊണ്ടും നമ്മുടെ വാക്കുകൊണ്ടും ഒരുപക്ഷെ നമ്മൾ മിണ്ടാതിരുന്നത് ദൈവത്തിന്റെ മഹത്വത്തിന് കാരണമായെങ്കിൽ അതാണ് ഏറ്റവും വലിയ വിജയമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വാക്കുകൾ ഇനി അഥവാ ഉപയോഗിക്കേണ്ടി വരുന്നെങ്കിൽ അത് കൃപയോട് കൂടിയതും ഉപ്പിനാ രുചി വരുത്തുന്നു, മറ്റുള്ളവർക്ക് രുചി വരുത്തുന്ന, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവരെ കുറെ തെറ്റുകളിലേക്ക് നമ്മൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വിടുകയല്ല.
ആ സമയങ്ങളെ അവർക്കൊരു പക്ഷേ സന്തോഷമെന്ന് തരുന്നതിനേക്കാൾ ഉപരിയായി അവരുടെ യഥാർത്ഥ സന്തോഷത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ക്രിസ്തു എന്ന മർമ്മത്തെ പ്രസ്ഥാപിക്കുവാൻ, അതും കൂടി ഇതിനകത്ത് അർത്ഥമുണ്ട്. സ്തോത്രം. അതിനും കൂടെ വേണ്ടി നമ്മൾ സമയത്തെ ഉപയോഗിക്കണം എന്നാണ് അപ്പോസ്തലനായ പൗലോസ്. അതുകൊണ്ടാണ് അവിടെ ഒരു വാക്ക് ഇങ്ങനെ എഴുതി പൗലോസ് ചേർക്കാൻ കാരണം, നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്നറിയേണ്ടതിന് വാക്ക് കൃപയോടുകൂടി. കേവലം നമ്മുടെ വാക്കുകൾ മാത്രമല്ല, നമ്മൾ ഒരാളോട് യേശുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും നമ്മൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന്, അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം വിട്ട് അതിന്റെ അവസാനത്തെ ഭാഗങ്ങളിലേക്ക് പോകുവാനായി താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് ഈ കൊലോസ്യ ലേഖനം എഴുതുന്ന സമയത്ത് നമുക്ക് വേണ്ട ചില കാര്യങ്ങളെ പറ്റി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെയും പറയേണ്ടി വരുന്നത് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് അത് പറയുന്നത് കൊണ്ടാണ്. സ്തോത്രം. കൊലോസ്യ ലേഖനത്തിന്റെ ഞാൻ ഒത്തിരി വായിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ വായിപ്പിച്ചിട്ടുള്ള കൊലോസ്യ ലേഖനത്തിലെ വാക്യമായിരിക്കാം 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. സ്തോത്രം. അത്രത്തോളം പ്രാധാന്യം ഈ കൊലോസ്യ ലേഖനത്തിൽ ഉള്ളത് കൊണ്ടാണ്. എല്ലാ വാക്യങ്ങളും ആ ഭാഗവുമായി കണക്റ്റഡ് ആണ്. അതാണ് ഈ ലേഖനത്തിന്റെ ഒരു മെയിൻ ചിന്തകളിൽ ഒന്നായിട്ട് വരുന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് ഞാനത് പലപ്പോഴും വായിച്ചിട്ടുള്ളത്. സ്തോത്രം. 1:9 അപ്പോസ്തലനായ പൗലോസ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിക്കുന്ന ഒരു വാക്കുണ്ട്. സ്തോത്രം. ഒന്നുകൂടെ വായിക്കാമോ? 1:9-10. അതിനിടയ്ക്ക് വെച്ച് കട്ട് ചെയ്ത് നിങ്ങൾക്ക് നിർത്താൻ കഴിയും. കാരണം പൗലോസിന് ഇങ്ങനെ ദീർഘമായി പറഞ്ഞുകൊണ്ട് പോകുന്നു. ദീർഘമായത് എവിടെ നിങ്ങൾക്ക് നിർത്താൻ കഴിയുമോ അവിടെ നിർത്തിയാട്ടെ. ഇനി കുറച്ച് മുമ്പ് വാക്യങ്ങൾ പോയാലും കുഴപ്പമില്ല. സ്തോത്രം. വായിച്ചാട്ടെ. 9 Pastor. 9, 10. And so from the day we heard, we have not ceased to pray for you, asking that you may be filled with the knowledge of his will in all spiritual wisdom and understanding, so as to walk in a manner worthy of the Lord, fully pleasing to him, bearing fruit in every good work and increasing in the knowledge of God. ആമേൻ. അവിടെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞിരിക്കുന്ന വാക്കിന് മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് വിവേകമെന്ന്. സ്തോത്രം. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത് 10-ാം വാക്യത്തെ മലയാളത്തിൽ, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനെ കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സഭ വിവേകത്തിൽ വളർന്നു വരണം എന്ന് അപ്പോസ്തലനായ പൗലോസ് ആഗ്രഹിക്കുന്നു. സ്തോത്രം. ആഗ്രഹിക്കുന്നു. അപ്പോൾ അതുമായി ചേർന്ന് നമുക്ക് ഈ വാചകത്തെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. സ്തോത്രം. ഞാനിത് ഒത്തിരി വട്ടം പറഞ്ഞിട്ടുള്ളതായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടുന്നതേ ഉള്ളൂ. ഇനി ഞാൻ എന്നും എപ്പോഴും വായിപ്പിച്ചിട്ടുള്ള ഒരു വേദഭാഗം കൂടി നമുക്കൊന്നുകൂടെ വായിക്കാം. 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 2:2. That their hearts may be encouraged, being knit together in love, to reach all the riches of full assurance of understanding and the knowledge of God's mystery, which is Christ. യെസ്. ഇവിടെയും അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞ വാക്കിന് ഉപയോഗിച്ചിരിക്കുന്നത് വിവേകം എന്ന വാക്കാണ്. അപ്പോൾ ഈ രണ്ട് വാക്കുകൾ, ഇത് ഈ 2-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ക്രിസ്തുവാണെന്നാണ്. എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് ക്രിസ്തുവിലുണ്ട്, ഇത് ക്രിസ്തുവിനെ അറിയുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അല്ലെങ്കിൽ ഇത് പരസ്പരം സഭയിലുള്ള ആൾക്കാർ പരസ്പരം സ്നേഹിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആ ക്രിസ്തുവിലുള്ള വിവേകം നിങ്ങളിലേക്ക് പകരപ്പെടും എന്നതാണ് ഈ 2-ാം അധ്യായത്തിൽ പറയുന്നത്. സ്തോത്രം. അത് നമുക്കൊരു പക്ഷേ ഇന്ന് ചിന്തിക്കാൻ അല്പം കൂടെ സമയമുണ്ട് ഒന്നുകൂടെ. അതുകൊണ്ട് ഞാൻ അല്പം അന്നും ആ സമയം കൂടെ പറയാം. സ്തോത്രം. ഇനി ഞാൻ അന്ന് ഇത് വായിപ്പിച്ചിട്ടുള്ള വേദഭാഗങ്ങളാണ്. ലൂക്കോസിന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിന്റെ 46-47, 2:46 and 47. ലൂക്ക്. മൂന്ന് നാൾ കഴിഞ്ഞ ശേഷം അവൻ ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നതും കണ്ടു. അടുത്ത വാക്യോട് വായിച്ചാട്ടെ ആൻറ്റി. അവന്റെ വാക്ക് കേട്ട എല്ലാവർക്കും അവന്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി. യെസ്. ഇവിടെയും യേശുവിന്റെ വിവേകത്തെ പറ്റി പറയുകയാണ്. യേശുവിന്റെ വിവേകത്തെ, ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. സ്വത്രം. അന്ന് ആ വാക്കുകൾ 1-ാം അധ്യായത്തിലൊക്കെ കേട്ടിട്ടുള്ള, 2-ാം അധ്യായത്തിലൊക്കെ കേട്ടിട്ടുള്ളവരെ സംബന്ധിച്ച് ഞാൻ പിന്നെ പറയുന്നത് പോലെ തോന്നും. സ്തോത്രം. അവിടെ യേശുവിന്റെ വിവേകത്തെ പറ്റി പറയുകയാണ്. അവിടെ വിവേകം പറയുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അദ്ദേഹം ഉപദേശിച്ച ഉപദേശത്തിന്റെ
ആ ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു ആഴങ്ങൾ മറ്റുള്ളവർക്ക് കേട്ടപ്പോൾ വലിയ അത്ഭുതമായിട്ട് തോന്നി. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യരോട് പറയുന്നത് എന്താണ്? ഞാൻ ഇപ്പോൾ വായിച്ച 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യമായിട്ട് ചേർത്ത് പറഞ്ഞാൽ, ഒരുത്തിനോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടി ഉപ്പിനാ രുചി വരുത്തതുമായിട്ട് ആയിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെ പറയുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ സഭയുടെ 1 മുതലുള്ള അധ്യായങ്ങളിൽ പറയുന്നത് നിങ്ങൾ വിവേകമുള്ളവരാകണമെന്നാണ്. അത് 2-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതിലൂടെ ക്രിസ്തുവിനെ കൂടുതൽ സ്നേഹത്തെക്കുറിച്ച് അറിയുവാൻ കഴിയുകയും അതിൽ കൂടി ക്രിസ്തു എന്ന അല്ലെങ്കിൽ ക്രിസ്തുവാകുന്ന വിവേകത്തിലേക്ക് അല്ലെങ്കിൽ ക്രിസ്തുവിൽ നിന്നുള്ള വിവേകത്തിലേക്ക് നിങ്ങൾ വളരാൻ കഴിയുമെന്നുള്ള 3 മീനിങ്ങുകളുടെ അടിസ്ഥാനത്തിലാണ് അവിടെ 2-ാം അധ്യായത്തിൽ പറയുന്നത്. അതേ വിവേകം നമ്മൾ പ്രാപിച്ചു കഴിഞ്ഞാൽ നമുക്കും എന്തുത്തരം പറയണമെന്നത് നമ്മൾ ഒരിക്കലും ഡൗട്ട് ആകത്തില്ല. ഇനി ഞാൻ കുറച്ചുകൂടെ വ്യക്തമായി പറയാം. ഞാൻ അന്നത് പറഞ്ഞതാണ്, ഒന്നുകൂടി ഞാൻ പറയുകയാണ്. കൊലോസ്യരോട് എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, കൊലോസ്യ സഭയിൽ 2 തരത്തിലുള്ള ദുരുപദേശങ്ങൾ ഉണ്ടായിരുന്നു. നമ്മളിത് ഒത്തിരി വട്ടം പറഞ്ഞിട്ടുള്ളതാണ്. നോസ്റ്റിസിസവും ജൂദായിസത്തിലെ ലീഗലിസവും, അല്ലെങ്കിൽ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ദൈവമക്കളായി തീർന്നാൽ ഇനി മോശയുടെ പ്രമാണങ്ങളും കൽപ്പനകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ചാൽ മാത്രമേ ദൈവമക്കളായി തീരുവാൻ കഴിയത്തുള്ളൂ എന്ന് യഹൂദ മതത്തിൽ നിന്നും ക്രിസ്ത്യാനികളായി തീർന്നവർ ശക്തമായി പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടം. അതിനെ കുറച്ചുകൂടി വല്ലാത്തൊരു രീതിയിലേക്ക് കൊണ്ടുപോയി കുറച്ച് കൽപ്പനകൾ, ഈ പറയുന്ന സർക്കംസിഷൻ പോലെയുള്ള അല്ലെങ്കിൽ പരിച്ഛേദന പോലെയുള്ള ചില കൽപ്പനകൾ നിർബന്ധമായി നിങ്ങൾ അനുസരിക്കണമെന്നുള്ള ചില കാലങ്ങളെയും സമയങ്ങളെയും ഉത്സവങ്ങളെയും പഴയ നിയമ കാലഘട്ടങ്ങളിലെ പെരുന്നാളുകളെയൊക്കെ അനുഷ്ഠിക്കണമെന്നുള്ള വല്ലാത്ത ഒരു നിലയിലേക്ക് സഭ, കുറെ ആളുകൾ നോസ്റ്റിസിസം എന്ന ജ്ഞാനത്തിലേക്ക്, ഹിഡൻ നോളജിലേക്ക് വളരണമെന്ന് പഠിപ്പിക്കുന്നു. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കുറച്ചു പേർക്ക് ജ്ഞാനം കിട്ടിയിട്ടുണ്ട്, എല്ലാവർക്കും ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അവിടെ അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞു, ക്രിസ്തുവാണ് ജ്ഞാനം, ഇനി നിങ്ങൾ മറ്റിലേക്ക് പോകുന്നു, അത് ഓൾറെഡി നിങ്ങളിൽ ഉണ്ടല്ലോ അല്ലെ. എന്നിട്ട് ഈ ഉപദേശങ്ങളൊക്കെ സഭയിൽ വന്നപ്പോൾ ഈ കൊലോസ്യ സഭ വല്ലാതെ വീണുപോയി. അതുകൊണ്ടാണ് ഈ ലേഖനം എഴുതേണ്ടി വന്നത്. ആ എപ്പപ്രാസ് പോയി അവിടെ പോയി പറഞ്ഞിട്ടാണ് ഇത് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പൗലോസ് 1-ാം അധ്യായം മുതൽ പ്രാർത്ഥിക്കാൻ, നിങ്ങൾ വിവേകത്തിൽ വളർന്നിരുന്നെങ്കിൽ ഈ 4-ാം അധ്യായത്തെ പ്രകാരം നിങ്ങൾക്ക് ഉത്തരം പറവാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നു എന്ന് പറഞ്ഞാൽ, സഭയിലെ എല്ലാ വിശ്വാസികളും അടിസ്ഥാനമായ സത്യങ്ങളിൽ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കണമെന്നാണ് ചുരുക്കം പറഞ്ഞാൽ. അതിനുവേണ്ടിയാണ് അപ്പോസ്തലനായ പൗലോസ് 1-ാം അധ്യായം മുതലേ പ്രാർത്ഥിക്കുന്നത്. കാരണം തെറ്റായ ഉപദേശങ്ങളിൽ നമ്മൾ വീഴാതിരിക്കാനുള്ള ആകെ വഴി എന്ന് പറയുന്നത് ശരിയായ ഉപദേശം നമ്മൾ അറിയുക എന്നുള്ളത്. അത് കൊലോസ്യ ലേഖന പ്രകാരം പറഞ്ഞാൽ അത് ക്രിസ്തു മതിയായത് എന്നറിയുന്നതാണ് കൊലോസ്യ ലേഖന പ്രകാരം പറഞ്ഞാൽ. അപ്പോൾ ആ ക്രിസ്തുവാകുന്ന വിവേകത്തിലേക്ക് സഭ വളർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുത്തരം പറയണമെന്ന് നിങ്ങൾ ഭയക്കത്തില്ല. മറ്റ് നിങ്ങളെ കുടുക്കുന്ന ഏത് തരത്തിലുള്ള ഉപദേശങ്ങൾ സഭയിൽ വന്നാലും എന്തു പറയണം, അയ്യോ ഇതിനകത്ത് എന്താ ഞാൻ പറയേണ്ടത് എന്ന് നമുക്കറിയാമല്ലോ. എബ്രായ ലേഖനത്തിൽ സ്തോത്രം, എബ്രായ ലേഖകൻ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, സ്തോത്രം, നിങ്ങൾക്ക് എന്താണ് അവിടെ ഇങ്ങനെ ഒരു വാക്യമുണ്ടല്ലോ, നിങ്ങൾക്ക് കാലം നോക്കിയാൽ നിങ്ങൾ ആകേണ്ടവരാണ്. അതിന്റെ 5-ാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിലാണെന്ന് തോന്നുന്നു, സ്തോത്രം. ഓക്കെ, അത് വായിക്കാമോ? 11 മുതൽ 5-ാം അധ്യായത്തിൽ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിന്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്, എങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. കാലം നോക്കിയാൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടുന്ന നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാൽ അത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാൽ കുടിക്കുന്നവൻ എല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവൻ അത്രേ. അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിവാൻ തഴക്കത്തിൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങൾ ഉള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. അവിടെയും ഇത് തന്നെയാണ്. ഇതിന്റെ ഒരു ചിന്ത നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കുക. സഭ വളർന്നു വരുന്നതനുസരിച്ച് ദൈവിക സത്യങ്ങളിൽ നിന്ന് വളരേണ്ടതിന് പകരം വിവിധ ഉപദേശങ്ങളാൽ അങ്ങോട്ടും ഇങ്ങോട്ടും
വഴിമാറിപ്പോകുന്നവരായി തീർന്നു ആദിമ സഭകൾ തന്നെ. അതുകൊണ്ടാണല്ലോ തിമോത്തിയോസിന്റെ ലേഖനം എഴുതുന്ന അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ആസിയയിലുള്ളവരെല്ലാം എന്നെ വിട്ടേച്ചു പോയെന്ന്. നമുക്കറിയാലോ ലവോദിക്യ സഭയെപ്പറ്റി കർത്താവിന്റെ ദാസൻ നമ്മളെ പഠിപ്പിച്ചപ്പോൾ ഈ ലേഖനം, ഞാൻ പലപ്പോഴും പറഞ്ഞു, ഈ ലേഖനം അവിടെ അവരുള്ളവർ വായിക്കണമെന്ന് പറഞ്ഞിട്ട് പൗലോസ് എഴുതിയ ലേഖനം കാണും, കൊലോസ് ലേഖനം. എന്നിട്ടും കർത്താവിനെ അവർ പുറത്താക്കി കളഞ്ഞു. അല്ലെങ്കിൽ കർത്താവ് അവരിൽ നിന്ന് പുറത്തു പോയത് അവരറിഞ്ഞില്ല. അപ്പം കർത്താവിൽ നിന്നുള്ള രക്ഷയെ പ്രാപിച്ച സഭകൾ പോലും കർത്താവിന്റെ വെളിയിലേക്ക് പോയി, അല്ലെങ്കിൽ കർത്താവില്ലാത്തവർ അപകടത്തിലേക്ക് പോയപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയാം, നിങ്ങൾക്ക് എന്ത് പറയണം, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ അങ്ങനെയുള്ള ഒരു ഡീല് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. ആ ജ്ഞാനത്താൽ മനസ്സിലാക്കിയിരിക്കണം. എന്നിട്ട് നമ്മളിപ്പോ വായിച്ച 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. 6-ന്റെ 1-2 വായിച്ചാട്ടെ. ഇബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 1-2. Therefore, let us leave the elementary doctrine of Christ and go on to maturity, not laying again a foundation of repentance from dead works and of faith toward God, and of instruction about washings, the laying on of hands, the resurrection of the dead, and eternal judgment. Yes. ആദ്യ പാഠങ്ങളെ വിട്ടിട്ട്, അത് വിടുക എന്ന് പറഞ്ഞാൽ അത് പഠിക്കേണ്ടതല്ല, അതിൽ നിങ്ങൾ മുന്നോട്ട് വളരണമായിരുന്നു എന്നാണ് ലേഖകൻ പറയുന്നത്. പക്ഷെ അടിസ്ഥാന ഉപദേശങ്ങൾ പോലും ഉറപ്പില്ലാത്തവരായി സഭ തീരുന്നു. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ്, ഞാൻ ആ ഭാഗം വിടുകയാണ്, എന്നിട്ട് ഞാൻ കൊലോസ്യ ലേഖനത്തിൽ തന്നെ പറയട്ടെ, അതുകൊണ്ട് തക്ക സമയത്ത് ഉത്തരം പറയേണ്ടത് പുറത്തുള്ളവരോട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉപദേശങ്ങളോട് പറയാതിരുന്നാൽ, അറ്റ്ലീസ്റ്റ് നമുക്കെങ്കിലും ഒന്ന് പറയാൻ ദൈവിക ജ്ഞാനമില്ലെങ്കിൽ, അടിസ്ഥാനമായ കാര്യങ്ങൾ പോലും ഒരുപക്ഷെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ വീണ് പോകുന്ന, നമുക്കിടയ്ക്ക് സംശയം തോന്നും. കാരണം പുറത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ ലോകത്തിന്റെ ബുദ്ധിയും അല്ലെങ്കിൽ ആ ജ്ഞാനത്തിന് ശക്തമായി നമ്മളോട് പറയുമ്പോൾ, ലോകത്തിന്റെ ജ്ഞാനത്തിന് അത്രമാത്രം ഈ ലോകത്തിൽ വിലയുള്ളത് കൊണ്ട് നമ്മൾ അതിൽ കുടുക്കപ്പെടാൻ, അന്നത്തെ കാലഘട്ടത്തിൽ നോസ്റ്റിസിസം, ജ്ഞാനവാദം അത്രയ്ക്ക് ഉയർന്നു നിന്നതാണ്. അതുകൊണ്ട് തീർച്ചയായും സ്തോത്രം, അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്, സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുവീൻ. അതായത് ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞതുപോലെ, ക്രിസ്തുവിനെ കൂടുതൽ അറിയുന്നതിലൂടെ, ക്രിസ്തുവിനെ നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും? സ്ഥിരമായി ക്രിസ്തുവിന്റെ ജീവിതത്തെ നമ്മൾ ആരും ക്രിസ്തുവിനെ മനസ്സിലാക്കി തീർന്നിട്ടില്ല. ഓരോ ദിവസവും നമ്മുടെ ലൈഫിലെ അനുഭവങ്ങളിൽ കൂടി, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ദേവദാസൻ, ഒത്തിരി വിഷയങ്ങൾ അനുഭവിച്ചൊരു ദേവദാസൻ എന്റെ ഭവനത്തിൽ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോഴോ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കിയിട്ട്, ഞാൻ അതിനെക്കുറിച്ചൊരു മെസ്സേജും തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്, സ്തോത്രം. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ എന്നോട് സംസാരിച്ചു, എന്റെ വചനത്തിൽ ഇങ്ങനെ ഇടപെട്ടു, എന്റെ മനസ്സിൽ ഇങ്ങനെ ഇടപെട്ടു, അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അല്ലെ? അപ്പൊ ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കേണ്ടതിനായി തകർത്ത് കളവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. അപ്പൊ തകർക്കപ്പെട്ടത് ചിന്തിച്ചപ്പോഴാണ് ക്രിസ്തു നമുക്ക് വേണ്ടി എത്രമാത്രം തകർക്കപ്പെട്ടു എന്ന് പഠിച്ചത്. അങ്ങനെ പഠിച്ചു വീഴുമ്പോഴാണ് ക്രിസ്തുവിനെ ഇനിയും നമുക്ക് അറിയാനുണ്ടല്ലോ എന്ന് മനസ്സിലാകുന്നത്. നമ്മുടെ ലൈഫിലെ അനുഭവങ്ങളിൽ കൂടി, ദൈവവചന ചിന്തകളിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ ക്രിസ്തുവിനെ ആഴത്തിൽ നമ്മൾ അറിയും, വീണ്ടും അറിയും. അങ്ങനെ ക്രിസ്തുവിനെ അറിയുന്ന ജ്ഞാനം മതി, മറ്റൊരു ജ്ഞാനത്തിലേക്ക് നമ്മൾ വളരണ്ട. കാരണം അത്രത്തോളം ജ്ഞാനത്തിന്റെ ആഴങ്ങൾ ക്രിസ്തുവിലുണ്ട്. അപ്പോൾ അങ്ങനെ വളരണമെന്നാണ് കൊലോസ് ലേഖനത്തിൽ കൂടി അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഞാൻ ചിന്തിക്കുന്നു, ഞാൻ ഒത്തിരി കാലം കൊണ്ട് ഈ കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങളോളം 100% എത്തിക്കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, സ്തോത്രം. അങ്ങനെ ഞാൻ വിശ്വസിച്ചുകൊണ്ട് തന്നെ ഈ ഭാഗം ഞാൻ വിട്ട് താഴോട്ടുള്ള ആ കൺക്ലൂഷൻ ഭാഗങ്ങളിലേക്ക് പോകുവാനായി ഞാൻ ദൈവസന്നിധിയിൽ താല്പര്യപ്പെടുകയാണ്. ഞാൻ ചുരുക്കമായി പറഞ്ഞാൽ, അപ്പോസ്തലനായ പൗലോസ് കൊലോസ് ലേഖനത്തിൽ കൂടി പറഞ്ഞ് വിശ്വാസികളെ പറയുന്നത് എന്ന് പറഞ്ഞാൽ, ക്രിസ്തു നമുക്ക് മതിയെന്നാണ്, സ്തോത്രം. ക്രിസ്തു ഇനി വളരണമെന്നുണ്ടോ? ഉണ്ട്, വളരണം. എങ്ങോട്ട് വളരണം? ക്രിസ്തുവിങ്കലേക്ക് വളരണം. ഇനി മറ്റൊരു ചിന്തകളിലേക്കോ മറ്റൊരു ഉപദേശങ്ങളിലേക്കോ, ഇനി മറഞ്ഞു കിടക്കുന്ന എന്തെങ്കിലും ഇനി എനിക്ക് വെളിപ്പെടുത്താൻ, ദൈവമേ അവർക്കത് കിട്ടിയല്ലോ, അവർക്ക് മാത്രം കുറച്ച് മറഞ്ഞിരിക്കുന്ന ഇങ്ങനെയുള്ള പ്രസംഗം നമ്മൾ എനിക്ക് കഴിഞ്ഞ രാത്രിയിൽ എനിക്കൊരു വെളിപ്പാട്, ഇങ്ങനെയുള്ള വെളിപ്പാടുകളിലേക്കൊക്കെ മനുഷ്യർ പോകുന്ന, അന്നത്തെ രീതിയിൽ പറഞ്ഞ ജ്ഞാനവാദത്തിന്റെ വെളിപ്പാടുകളായിരുന്നു. ഞങ്ങൾക്ക് മാത്രം, കുറച്ചു പേർക്ക് മാത്രം വെളിപ്പെട്ട അങ്ങനെ ഒരു വെളിപ്പാടില്ല. ആ മർമ്മവിധ വെളിപ്പെട്ടു, ഞങ്ങളത് മാനിഫെസ്റ്റ് ചെയ്തു, ഞങ്ങളത് വെളിപ്പെടുത്തി തരുന്നു, അതിനുവേണ്ടി ഞങ്ങൾക്ക് പ്രാർത്ഥിക്കണം, നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നു. ആ ജ്ഞാനം പരിശുദ്ധാത്മാവിനാൽ സഭയ്ക്ക് വെളിപ്പെട്ട് കഴിഞ്ഞു. ഇനി അത് നമ്മൾ മനസ്സിലാക്കുക. അതിന് എത്ര ചെയ്യണം? ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഇനി ക്രിസ്തുവിനെ ആഴത്തിൽ അറിയുക. നിങ്ങൾ എത്രത്തോളം ക്രിസ്തുവിനെ ആഴത്തിൽ അറിയുന്നു,
അത്രത്തോളം നിങ്ങളിൽ ജ്ഞാനം വളരും. അത് ലോകത്തിന്റെ മറഞ്ഞു കിടക്കുന്ന എന്തെങ്കിലും ജ്ഞാനമല്ല, അത് യഥാർത്ഥ ജ്ഞാനത്തിന്റെ ഉറവിടമായ ക്രിസ്തു തന്നെയാണ്. അതെ, ആ ജ്ഞാനം മാത്രം മതി എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. സ്തോത്രം. തുടർന്നുള്ള വേദഭാഗങ്ങളിലേക്ക് ഒരുപക്ഷെ ഞാനിത് അവസാനം പറഞ്ഞു നിർത്തിയതിനു ശേഷം പിന്നീട് എപ്പോഴെങ്കിലും അവസരം ലഭിക്കുമ്പോൾ എന്തായിരുന്നു കൊലോസ് ലേഖനമെന്ന് ഒരു 1-2 പോയിന്റുകളിൽ ഞാൻ പറയാൻ വേണ്ടി സമയം ദൈവം തരുന്നുവെങ്കിൽ ആ പ്രകാരം ചിന്തിക്കുമ്പോൾ ഞാൻ ഒന്നുകൂടി എന്തായിരുന്നു കൊലോസ് ലേഖനം എന്ന് ആദ്യം മുതൽ ചുരുക്കം വാക്കുകളിൽ അന്ന് ഞാൻ പറയാം. സ്തോത്രം. 7-ാമത്തെ വാക്യവും മുതൽ 9-ാമത്തെ വാക്യം വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിന് നമുക്ക് വായിക്കാം. Tychicus will tell you all about my activities. He is a beloved brother and faithful minister and fellow servant in the Lord. I have sent him to you for this very purpose, that you may know how we are, and that he may encourage your hearts. And with him, Onesimus, our faithful and beloved brother, who is one of you. They will tell you of everything that has taken place here. ആമേൻ. എന്റെ അവസ്ഥയൊക്കെ കർത്താവിൽ പ്രിയ സഹോദരനായ വിശ്വസ്തനും സഹഭൃത്യനുമായ തിഹിക്കോസ് നിങ്ങളെ അറിയിക്കുകയും നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥ അറിയുവാനും ഞങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പാനുമായി ഞങ്ങൾ അവനെ നിങ്ങളിൽ ഒരുത്തനായ ഒനേസിമോസ് എന്ന വിശ്വസ്തനും പ്രിയനുമായ സഹോദരനോട് കൂടെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു. ഇവിടുത്തെ അവസ്ഥയെല്ലാം അവർ നിങ്ങളോട് അറിയിക്കും. അപ്പൊ അപ്പോസ്തലനായ പൗലോസ് അടുത്ത കുറച്ച് ആളുകളുടെ പേരുകൾ പറയുകയാണ്. നമുക്ക് അതിനകത്തുനിന്നും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് വേഗത്തിൽ. വലിയ ആഴങ്ങളൊന്നുമല്ല, സിമ്പിളായ കുറെ കാര്യങ്ങളാണ്. സ്തോത്രം. എന്താണെന്ന് ചോദിച്ചാൽ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഒന്നാമത് പറയുന്നത്, എനിക്ക് കുറെ കാര്യങ്ങൾ ഇനിയും നിങ്ങളോട് പറയാനുണ്ട്. അത് ലേഖനമായിട്ട് പറയുന്നില്ല. എന്തുകൊണ്ടാണ്? അത് പ്രത്യേകമായിട്ട് എഴുതപ്പെടുന്ന ഒരു രേഖയായി നിങ്ങൾ മനസ്സിലാക്കാനുള്ളതല്ല, എന്നാൽ നിങ്ങളത് അറിയേണ്ടതാണ്. അത് നിങ്ങൾ മാത്രം അറിയേണ്ട, അല്ലെങ്കിൽ നിങ്ങളിൽ ആളുകൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ എൻ്റെ ലൈഫിലുണ്ട്. ഞാൻ ഇന്നായിരിക്കുന്ന എൻ്റെ അവസ്ഥ, ഞാൻ ഇന്ന് കടന്നു പോകുന്ന എൻ്റെ സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ കുറച്ച് നിങ്ങൾ അറിയണം. അപ്പൊ ആ അവസ്ഥയൊക്കെ നിങ്ങളെ അറിയിക്കേണ്ടതിനായിട്ട് ഞാൻ തിഹിക്കോസിനെയും ഒനേസിമോസിനെയും നിങ്ങളുടെ അടുക്കലേക്ക് അയക്കുകയാണ്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എല്ലാ പേഴ്സണൽ കാര്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞില്ല. നമുക്കറിയാമല്ലോ, ലേഖനങ്ങളിലൊക്കെ അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട് പലപ്പോഴും. ഈ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ. സ്തോത്രം. അങ്ങനെ എല്ലാ ലേഖനങ്ങളിലും എന്തെങ്കിലുമൊക്കെ അപ്പോസ്തലനായ പൗലോസിനെ പറ്റി പൗലോസ് വ്യക്തിപരമായി പറയാറുണ്ട്, ശുശ്രൂഷയുമായി ബന്ധപ്പെടുത്തി. എന്നാൽ ഇതൊന്നും പൗലോസിനോട് സെന്റിമെന്റ്സ് തോന്നുവാനോ പൗലോസിനോട് ഒരു സിമ്പതി തോന്നുവാനും വേണ്ടിയൊന്നുമല്ല. പൗലോസ് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വരുമ്പോൾ അതിനെ സ്ഥാപിക്കാൻ വേണ്ടിയുള്ളത് മാത്രമായിരുന്നു തന്റെ അനുഭവങ്ങളിൽ നിന്ന് താൻ പറയുന്നത്. എന്നാൽ അതിലുപരിയായി കഷ്ടങ്ങൾ, വിഷയങ്ങൾ, തകർച്ചകൾ, ഉയർച്ചകളൊക്കെ അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ മറ്റനേകം ഉണ്ടായിരുന്നു. അത് പേഴ്സണലായി, വ്യക്തിപരമായി തന്നെ സ്നേഹിക്കുന്ന ജനം അറിയണമെന്ന് ആഗ്രഹിച്ചു. ഒരു ദൈവദാസന് ഒരു കഷ്ടതയോ ഒരു പ്രശ്നമോ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു സഭയിൽ ആണെങ്കിൽ അങ്ങനെ വന്ന് പറയുന്നത് ഒരു കുറ്റമൊന്നുമല്ല. തീർച്ചയായിട്ടും തിഹിക്കോസ് അവിടെ ചെന്ന് പ്രസംഗിക്കുമ്പോഴായിരിക്കുമല്ലോ പറയുന്നത്, അല്ലാതെ വീട്ടിൽ ചെന്ന് ഓരോരുത്തരുടെ വീട്ടിൽ പോയി പറയുകയായിരിക്കും. ഒരു മീറ്റിങ്ങിൽ എല്ലാവരും വിളിച്ചിട്ടായിരിക്കാം ചിലപ്പോൾ പൗലോസിന്റെ കാര്യങ്ങളൊക്കെ ചെന്ന് പറയുന്നത്, പൗലോസ് ഇവിടെ അവസ്ഥ അറിയിക്കുമെന്ന് പറഞ്ഞത്. അപ്പം തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു റിപ്പോർട്ടിങ്, അങ്ങനെയുള്ള ഒരു അത് മനഃപൂർവ്വം നിങ്ങളൊക്കെ പറഞ്ഞാൽ എവിടം വരെയൊക്കെ പോയി റിപ്പോർട്ട്, അങ്ങനെയല്ല. അവിടെയുള്ള ചില കാര്യങ്ങൾ ഒരു ദൈവദാസന് ഒരു കഷ്ടമോ ഒരു പ്രയാസമോ വന്ന് നമ്മളോട് പറയുമ്പോൾ, ഞാനങ്ങനെ പറയാറില്ല, പക്ഷെ ചില ആളുകൾ അങ്ങനെ പറയുമ്പോൾ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, അവർക്ക് പൈസയുടെ എന്തോ ആവശ്യമുണ്ട് അതുകൊണ്ട് പറയുന്നതാണ്. സോ ഇത് പൈസയുടെ ആവശ്യമുണ്ടായതുകൊണ്ടല്ല, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെയൊക്കെ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ആശ്വാസത്തിന് കാരണമാണ്. അതെ, അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ ഞങ്ങളുടെ അവസ്ഥ അറിയുവാനും അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിപ്പാൻ എന്ന് പറഞ്ഞാൽ പൗലോസ് നേരിടുന്ന തന്റെ അവസ്ഥയെ പറയുമ്പോൾ ഒരുപക്ഷെ കഷ്ടങ്ങളുടെ ഭാഗങ്ങളും വിജയങ്ങളുടെ ഭാഗങ്ങളും ഒക്കെ ഇതിനകത്തുണ്ട്. പക്ഷെ അത് ഷെയർ ചെയ്യുന്നത് യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലും
ആമേൻ ഇതിന്റെ മുമ്പിലുള്ള വാക്കുകൾ പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. പല ദൈവദാസി കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഭാര്യ എൻ്റെ വൈഫിനോട് പറയുകയായിരുന്നു, ഒരു ദൈവദാസി ഒരു മാസത്തിന് മുമ്പ് യു പിയിൽ തന്നെ പ്രവർത്തിക്കുന്ന ദൈവദാസി എൻ്റെ വീട്ടിൽ 2 ദിവസം ഉണ്ടായിരുന്നു. അവർ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്ന വഴിയിൽ ഞങ്ങളോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ദൈവദാസി കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ തൻ്റെ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ മുതൽ വളരെ വളരെ വല്ലാത്ത നിലയിൽ തൻ്റെ ജീവിതമായിരുന്നു. സ്തോത്രം. അത് നമുക്ക് വർണ്ണിക്കാനോ പറയുവാനോ, അല്ലെങ്കിൽ താന് ഒരു അനാഥത്വം ഫീൽ ചെയ്ത അപ്പനും അമ്മയൊക്കെ ഉള്ളപ്പോഴും തൻ്റെ ജീവിതത്തിൽ വന്ന ഒത്തിരി ബുദ്ധിമുട്ടുകൾ, അതിനുശേഷം കർത്താവിന് വേണ്ടി നിന്നതും OM വർക്ക് ചെയ്തതും പിന്നെ നോർത്ത് ഇന്ത്യയിൽ വന്നതും ഒക്കെ പറഞ്ഞു കഴിഞ്ഞ് അവർ ഇവിടെ നിന്ന് പോയി. അതിനുശേഷം എൻ്റെ വൈഫ് എന്നോട് വന്ന് പറയുകയായിരുന്നു, ആ ചേച്ചി വന്നതിന് ശേഷം ഞാൻ ഭയങ്കരമായി ബലപ്പെട്ടു ക്രിസ്തുവിൽ. സ്തോത്രം. അപ്പോൾ മറ്റുള്ളവരുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുന്നത് അവർക്ക് എന്തെങ്കിലും ആവശ്യമുള്ളതുകൊണ്ടല്ല, അല്ലെങ്കിൽ അവർക്ക് നമ്മൾ എന്തെങ്കിലും സഹായിക്കുമെന്ന് വെച്ചിട്ടല്ല സഹോദരി ഞങ്ങളോട് വന്ന് അവരുടെ ബുദ്ധിമുട്ടുകൾ, അവർ നമ്മളാരും അറിയാത്ത തകർച്ചകൾ അവർ കടന്നുപോയി നമ്മളോട് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ആരോ ആണ്, നമുക്ക് അത് ആശ്വാസമായി തീരണം എന്നൊരു ആശയം അതിനകത്തുണ്ട്. അത് ഷെയർ ചെയ്യുന്നവരുടെ അവർക്കും ആശ്വാസം ലഭിക്കുന്നുണ്ട്. നമുക്ക് ആരൊക്കെ ഉണ്ട് എന്നത്, നമുക്ക് പറവാൻ കുറെ വ്യക്തികളുണ്ട് എന്നത്. ഇത് ഞാൻ ഇന്ന് കുറച്ചുകൂടി വ്യക്തമാക്കി പറയാം. അടുത്ത ഈ പൗലോസിന്റെ വാക്കുകൾ, ഇതിനകത്ത് നിന്നുള്ള കുറച്ച് പൗലോസിന്റെ വാക്കുകൾ എന്നെ ഭയങ്കരമായി സ്പർശിച്ച വാക്കുകളുണ്ട്. സ്തോത്രം. അതില് നമുക്ക് ഈ ആദ്യത്തെ ഭാഗമായ എപ്പഫ്രാസിനെ പറ്റി പറയുമ്പോൾ അതുമായി ചേർത്ത് നമുക്ക് ചിന്തിക്കാം. സ്തോത്രം. എപ്പഫ്രാസിനെ പറ്റി പറയുക, എപ്പഫ്രാസ് അല്ലല്ലോ, തിഹിക്കോസ് ആണ് ഈ ലെറ്റർ കൊണ്ടുചെന്ന് കൊലോസിയിൽ കൊടുക്കുന്നതും കൊലോസിയിൽ നിന്ന് പിന്നെ ലവോദിക്കയിൽ കൊണ്ടു കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നതും ഒക്കെ തിഹിക്കോസിനെയാണ്. ഈ തിഹിക്കോസിനെ മറ്റ് പല സ്ഥലങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-4 വാക്യം, 2 തിമോത്തിയോസിന്റെ ലേഖനം 4 അധ്യായത്തിന്റെ 12 വാക്യം, തീത്തോസിന്റെ ലേഖനം 3 അധ്യായത്തിന്റെ 12 വാക്യം. എന്നാൽ നമുക്ക് എഫേസ്യ ലേഖനം 6 അധ്യായത്തിന്റെ 21 വാക്യം ഒന്ന് വായിച്ചാട്ടെ. എഫേസ്യ ലേഖനം 6 അധ്യായത്തിന്റെ 21 വാക്യം ഒന്ന് വായിച്ചാട്ടെ പ്ലീസ്. So that you also may know how I am and what I am doing. Tychicus, the beloved brother and faithful minister in the Lord, will tell you everything. ഇവിടെയും അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലെ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹത്തിന്റെ കരങ്ങളിൽ, അല്ലെങ്കിൽ ഒരു മെസഞ്ചറിനെ പോലെയാണ് ഈ തിഹിക്കോസിനെ പൗലോസ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഉപയോഗിക്കുകയല്ല, ദൈവനാമത്തിൽ അദ്ദേഹം ശുശ്രൂഷ ചെയ്തു വന്നത്. സ്തോത്രം. അപ്പോൾ തന്റെ ജീവിതത്തിൽ ശുശ്രൂഷ, ഞാനത് തുടക്ക സമയങ്ങളിൽ ഈ കൊലോസ്യ ലേഖനം തുടങ്ങിയപ്പോൾ പറഞ്ഞു, പൗലോസ് ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു സുവിശേഷ വേലയുടെ ഭാഗമല്ല ഇത്. ഒരു ദൈവഭക്തൻ ശക്തമായി ദൈവത്തിനു വേണ്ടി നിൽക്കുന്നു, അതിന്റെ ഭാഗമായി പല സഭകൾ നിൽക്കുന്നു, അതിനോടൊപ്പം പല ദൈവദാസന്മാർ പല നിലകളിൽ പ്രവർത്തിക്കുന്നു. അതാണ് സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് കാരണമാകുന്നത്. എഴുതുന്ന ലേഖനം വിശ്വസ്തനായ ഒരു വ്യക്തി അവിടെ കൊണ്ട് എത്തിക്കാനില്ലെങ്കിൽ പൗലോസ് എഴുതി അവിടെ കാണും വെച്ചത് നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ അത് കൊണ്ടുപോകുന്ന മനുഷ്യൻ അങ്ങനെ കൊണ്ടുപോകാനുള്ള ഒരു മനുഷ്യൻ ദൈവവിളി കേട്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉത്തരവാദിത്വമുള്ള മനുഷ്യൻ അല്ലെങ്കിൽ ആ വേല പൂർണ്ണമാകത്തില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്ന, ഇത് ഒരാളുടെ വേലയല്ല. സുവിശേഷ വേല എന്ന് പറയുന്നത് മൊത്തത്തിൽ നോക്കിയാൽ ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവർത്തനമല്ല സുവിശേഷ വേല. ഒരു സഭ എടുത്തു നോക്കിയാലും, ഒരു സഭയിൽ ഒരു ദൈവദാസൻ അവിടെ ആയിരിക്കുമ്പോഴും ആ ദൈവദാസന്റെ പൂർണ്ണ അധികാരത്തിന്റെ പരിധിയിൽ ആ സഭ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും വിവിധ വരം പ്രാപിച്ച ദൈവമക്കൾ ആ സഭയിലുണ്ട്. അതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസിന്റെ ശുശ്രൂഷയിൽ ശക്തന്മാരായ മറ്റനേക ദൈവദാസന്മാർ, ഒരുപക്ഷെ നമ്മൾ വലിയ ദൈവദാസന്മാരെന്ന് വേണമെങ്കിൽ പറഞ്ഞിട്ടില്ലാത്തതും നമ്മൾ അധികം മാനം കൊടുത്തിട്ടില്ലാത്തതുമായ ശക്തന്മാരായ ദൈവദാസന്മാരിൽ ഒരുവനായിരുന്നു തിഹിക്കോസ്. പൗലോസ് ഇത്രയും ലേഖനം എഴുതിയത് കൊണ്ട് നമ്മൾ പൗലോസിനെ മാനിക്കുന്നു. എന്നാൽ പൗലോസിനോടൊപ്പം ഇവർ ഈ കഷ്ടങ്ങളിലെല്ലാം യാത്ര ചെയ്തവരാണ്.
നമുക്ക് താഴോട്ടുള്ള വാക്യങ്ങളിലും പല ആളുകളുടെ പേരും പറയുന്നുണ്ട്. ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നതാണ്, ഇതിൽ ചില ആളുകളൊക്കെ പൗലോസ് കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടപ്പോൾ ആ വെള്ളത്തിൽ നീന്തുന്നവരുടെ കൂടെ ഉള്ളവരായിരുന്നു. നമ്മൾ പക്ഷെ പൗലോസിനെ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. പക്ഷെ പൗലോസിന്റെ ശുശ്രൂഷയിൽ, അല്ലെങ്കിൽ ഈ ലേഖനങ്ങളുടെയൊക്കെ പൂർത്തീകരണത്തിൽ, അല്ലെങ്കിൽ പൗലോസ് തീർത്ത് ചെയ്തു എന്ന് പറയുന്ന ആ വലിയ ദൈവവേലയുടെ ഭാഗമായി തീരുന്നതിൽ പൗലോസിന് മാത്രമല്ല ദൈവം ഉപയോഗിച്ചത്, ശക്തന്മാരായ വിശ്വസ്തന്മാരായ തിഹിക്കോസുമാരും അതിനകത്തുണ്ടായിരുന്നു. ഇന്നും സുവിശേഷ വേലയിൽ സ്റ്റേജുകളിൽ ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന ദൈവത്തിന്റെ ദാസന്മാരുണ്ടെങ്കിലും അതിന്റെ പിന്നിൽ പ്രാർത്ഥിക്കുന്ന അനേക ദൈവമക്കളുണ്ട്. കൈത്താങ്ങി അവരെ നിർത്തുന്ന അനേക ഭക്തന്മാരുണ്ട്. അവർക്ക് ആശ്വാസമായി തീരുന്ന അനേക സഹോദര തുല്യമായി സ്നേഹിക്കുന്ന വ്യക്തികളുണ്ട് അവരുടെ പിറകിൽ. അതുകൊണ്ടാണ് ഒരു പൗലോസ് ഒരു ലേഖനം എഴുതി അനേകർക്ക് വെളിച്ചമായി ദൈവം നിർത്തുവാനിടയായി തീർന്നത്. ഇതെല്ലാം ചെയ്യുന്നത് ദൈവമാണ്. ഇതെല്ലാം ചെയ്യുന്നത് ദൈവമാണ്. ഇനി ഞാൻ ആ വാക്കുകളെ കുറച്ചുകൂടി ആഴത്തിൽ നമുക്ക് പൗലോസ് പറയുന്ന വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. സ്തോത്രം. അവിടെ അപ്പോസ്തലനായ പൗലോസ് ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകളുണ്ട്. സ്തോത്രം. തന്റെ ലൈഫിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് ഇത് ആശ്വാസത്തിന് കാരണമായി തീർന്നു എന്ന ഭാഗം അതും കൂടെ നമുക്ക് അതുകൂടെ ചിന്തിച്ചിട്ട് ഞാൻ ആ ഭാഗത്തിലേക്ക് വരാം. സ്തോത്രം. ഇത് ആശ്വാസത്തിന് കാരണമാകുന്നു. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് നിങ്ങൾക്ക് ആശ്വാസമാകാൻ എന്റെ കഷ്ടങ്ങൾ കാരണമായി. നമുക്കിത് വ്യക്തമായിട്ട് അപ്പോസ്തലനായ പൗലോസ് മറ്റു പല ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. നമുക്ക് ആ വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? 2 കൊരിന്തിയ ലേഖനം അതിന്റെ ആദ്യ ഭാഗങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. സ്തോത്രം. 2 കൊരിന്തിയ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത്തെയും അതിന്റെ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കേണ്ടതാണ്. എന്നാൽ നമുക്ക് തുടക്കം വാക്യം വായിക്കാം. 2 കൊരിന്തിയ ലേഖനം 1-ാമത്തെ അധ്യായം 3, 4, 5, 6 വരെയുള്ള വാക്യങ്ങൾ തിരിച്ചു വായിച്ചാട്ടെ. Blessed be the God and Father of our Lord Jesus Christ, the Father of mercies and God of all comfort, who comforts us in all our affliction, so that we may be able to comfort those who are in any affliction with the comfort with which we ourselves are comforted by God. For as we share abundantly in Christ's suffering, so through Christ we share abundantly in comfort too. If we are afflicted, it is for your comfort and salvation. And if we are comforted, it is for your comfort, which you experience when you patiently endure the same sufferings that we suffer. ആമേൻ. ആ വാക്യങ്ങൾ നിങ്ങൾ പിന്നീട് ഒന്നുകൂടി വായിച്ചാൽ മതി. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് ഇവിടെയും പറഞ്ഞതാണ്, ഞങ്ങളുടെ കഷ്ടങ്ങൾ നിങ്ങളുടെ ആശ്വാസത്തിന് കാരണമായി. എന്നിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയാം, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിനുമുള്ളവരെ ആശ്വസിപ്പിക്കാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെ അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. അപ്പം പൗലോസ് ഒരുവിധപ്പെട്ട എല്ലാ കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. എന്തുകൊണ്ടാ? അത്രയും കഷ്ടങ്ങളിലായിരിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ദൈവത്തിന് ആ പൗലോസിനെ കൊണ്ട് പദ്ധതി ഉണ്ടായി. ഇപ്പൊ ചില കഷ്ടങ്ങളൊക്കെ നമ്മൾ ചിലരോട് പറയുമ്പോൾ അവർക്കൊന്നും മനസ്സിലാവത്തുള്ളൂ. കാരണം അവർ അത് നേരിട്ടിട്ടില്ല. എന്നാൽ ഇതേ അവസ്ഥകളിൽ കൂടി കടന്നുപോയ ഒരു മനുഷ്യന്റെ മുന്നിൽ നമ്മൾ ചെന്ന് നിന്നാൽ നമ്മുടെ തോളിൽ കൈയിലിട്ട് അവർ പറയും, മനസ്സിലാക്കാൻ. നമ്മളെ നന്നായിട്ട് മനസ്സിലാക്കാൻ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. കാരണം കഷ്ടതയുടെ പൂർണ്ണതയിൽ വേദനിക്കപ്പെട്ടത് പൗലോസല്ല, ക്രിസ്തുവാണ്. ഒരു മനുഷ്യനെ എത്രത്തോളം ടോർച്ചർ ചെയ്യാൻ കഴിയുമോ? അത് എങ്ങനെയാണ് ഇത്ര വലിയ ആഴത്തിലുള്ള വേദനയാകുന്നത്? പെർഫെക്റ്റ് ആയ ഒരു മനുഷ്യനാണ്, എല്ലാത്തിൻ്റെയും ഉടയവനാണ് ഈ അടിയുള്ളത്, വേദനിക്കപ്പെടുന്നത്, തകർക്കപ്പെടുന്നത്, സ്വന്തം ആളുകളാൽ മാറ്റി നിർത്തപ്പെടുന്നത്. അതുകൊണ്ടാണ് കർത്താവിന് നമ്മളെ ഏത് സിറ്റുവേഷനിലും നമ്മളെ മനസ്സിലാക്കാൻ കഴിയുമെന്ന് പല പ്രസംഗങ്ങളിൽ കൂടിയും പ്രസംഗകർ പറയുന്നത്. നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ കഷ്ടങ്ങളിൽ പൂർണ്ണനായതുകൊണ്ട് നമ്മുടെ ലൈഫിൽ ഏത് കഷ്ടങ്ങളിൽ കൂടി കടന്നു പോന്നാലും അവൻ നമ്മോട് സഹതാപം കാണിക്കാൻ കഴിയും. മറ്റുള്ള ആളുകളൊക്കെ എന്താ പറയുന്നത്? ഞങ്ങൾ ഇതിനെക്കാട്ടി കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയല്ലേ. അതല്ല കഷ്ടം മനസ്സിലാക്കുന്നത്. നമ്മൾ അതിനെക്കാട്ടി വലിയ കഷ്ടത്തിൽ കൂടി കടന്നുപോയി എന്ന് പറയുന്നത് അവർക്ക് ആശ്വാസമാവോ? ഇല്ല.
നമ്മൾ ആ കഷ്ടത്തിൽ കൂടി കടന്നു വന്നപ്പോ ദൈവം ആശ്വസിപ്പിച്ച ആശ്വാസം ദൈവത്തിന് പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ, അതാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിനുമുള്ളവരെ, കഷ്ടമെല്ലാം മാറ്റി കൊടുക്കുന്നല്ല, കഷ്ടത്തിലുള്ളവരെ ദൈവം മാറ്റേണ്ടതാണെങ്കിൽ മാറ്റും, പക്ഷെ കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിക്കാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. അടുത്ത പറഞ്ഞു, ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ ഞങ്ങൾ പെരുകുന്നത് പോലെ തന്നെ ക്രിസ്തുവിൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. ഞങ്ങൾ കഷ്ടം അനുഭവിക്കുന്നു എങ്കിൽ അത് നിങ്ങളുടെ ആശ്വാസത്തിന് രക്ഷയ്ക്കുമാകുന്നു. ഞങ്ങൾക്ക് ആശ്വാസം വരുന്നു എങ്കിൽ അത് ഞങ്ങൾ സഹിക്കുന്ന കഷ്ടങ്ങൾ തന്നെ നിങ്ങൾ സഹിക്കുന്നതിൽ ഞങ്ങളുടെ ആശ്വാസത്തിനായി ഫലിക്കുന്നു. പൗലോസ് എന്ത് പറയുന്നേ? ഇവർക്കിത് ഒരുപക്ഷെ ഈ കൊരിന്ത്യ സഭയ്ക്കൊന്നും ഇത് മനസ്സിലാകുന്നിട്ട് കുറച്ചു പേർക്ക് പിന്നെ മനസ്സിലാവുന്നുണ്ട് ഈ 2-ാം ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ. പക്ഷെ നന്നായിട്ട് സഭയ്ക്കൊന്നും മനസ്സിലായില്ല. ഈ കൊലോസി ലേഖനത്തിൽ നമ്മൾ വായിച്ചതുപോലെ കർത്താവിന്റെ ബാക്കിയുള്ളത് ഞാൻ എന്റെ ശരീരത്തിൽ പൂരിപ്പിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞത്. പൗലോസ് ഈ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ സഭയിലെ പല ആളുകളും ചിന്തിച്ചിട്ട് വേറെ ഒരു വഴി, വേറെ പണിയൊന്നുമില്ലേ പൗലോസിനെന്നാ ചിന്തിച്ചത്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞ അങ്ങനെ ചിന്തിച്ച സഭക്കാരുണ്ട് പൗലോസിന്റെ കാലഘട്ടത്തിൽ. പക്ഷെ പൗലോസ് പറയാ, ഇല്ല മക്കളെ, ഞാൻ ഈ കഷ്ടം അനുഭവിക്കുന്നത് നിങ്ങളുടെ ആശ്വാസത്തിനാ. ഞാൻ ഇങ്ങനെ ഈ കഷ്ടത്തിൽ കൂടി കടന്നു പോകുന്നതാണ്. ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞതാണ്, നമ്മൾ കടന്നു പോകുന്ന വിജയങ്ങളെക്കാൾ ഉപരി നമ്മുടെ ലൈഫിൽ നമ്മൾ തകർന്നു പോയത്, ഒരു മനുഷ്യരോട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ തകർന്നു പോയത്, മറ്റനേകരെ ക്രിസ്തുവിലേക്ക് നേടുവാനുള്ള ആശ്വാസത്തിന് കാരണമായി തീരുകയാണ്. ഞാൻ ഇന്നത് കുറച്ചുകൂടി പറഞ്ഞു നിർത്തുവാൻ സമയം എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ ഭാഗത്തെ കുറച്ച് ഭംഗിയായി ഇത് തിഹിക്കോസിന്റെ ലൈഫുമായി ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ കഴിയും. സ്തോത്രം. അതിന്റെ താഴെയുള്ള വാക്യങ്ങളൊക്കെ പിന്നീട് നിങ്ങൾ വായിച്ചാൽ മതി. നിങ്ങൾ കഷ്ടങ്ങൾക്ക് കൂട്ടാളികളാകും തോറും ആശ്വാസത്തിന് പ്രത്യാശയും കാരണമാകുന്നു. 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആസിയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ജീവനോട് ഇരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം കണ്ട ശക്തിപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ശക്തിക്ക് മീതെ തനിക്ക് സഹിക്കാൻ കഴിയുന്നതിന് മീതെ അത്യന്തം ഭാരം ഉണ്ടായി. അതെ, ഞങ്ങളിലല്ല മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് നിർണയിക്കേണ്ടി വന്നു. ഇത്ര ഭയങ്കരമായ മരണത്തിൽ നിന്നും ദൈവം ഞങ്ങളെ വിടിവിക്കുകയും ചെയ്യും. അവൻ മേലാലും വിടിവിക്കും എന്ന് ഞങ്ങൾ ആശപിച്ചിരിക്കുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ചേരുവാൻ കാക്ഷിക്കുന്നു എന്ന് പറഞ്ഞ പൗലോസ് തന്റെ ഈ ലോകത്തിലെ കഷ്ടങ്ങളിൽ വിടിവിച്ചതും പറയാൻ മറന്നില്ലെന്ന് നമ്മൾ ഓർത്തോണം. ഞാൻ ഉൾപ്പെടെ ഏറ്റവും പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് മരിച്ചാൽ എന്താ, നമ്മളങ്ങനെ നിത്യരെ പോകത്തില്ലെന്ന്. പക്ഷെ ചിലപ്പോൾ ചിലരുടെയൊക്കെ ആശ്വാസത്തിനും കർത്താവിനോട് അടുക്കാൻ കാരണവും ദൈവം ചില രോഗത്തിൽ നിന്ന് അവരെ വിടിവിച്ചു എന്ന് നമ്മൾ സാക്ഷ്യം പറഞ്ഞ് മരണകരമായ അവസ്ഥയിൽ ദൈവത്തെ അവരെ വിടുതലേക്ക് കൊണ്ടുവരുമ്പോഴും അവർക്കത് ആശ്വാസമായി പിന്നീട് സത്യസുവിശേഷത്തിലേക്ക് വരാൻ കാരണമായി തീരുന്നുണ്ട്. അതിനും കൂടി അപ്പോസ്തലനായ പൗലോസിനെ ദൈവം മരണകരമായ അവസ്ഥയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു, എന്നിട്ട് അവൻ വിടിവിച്ചു. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, എത്ര വലിയ കഷ്ടങ്ങളിൽ കൂടി ഞാൻ കടന്നു പോകേണ്ടി വന്നു, പക്ഷേ കർത്താവ് എന്നെ വിടുവിച്ചു. ഇതൊന്നും എനിക്ക് വേണ്ടിയല്ല, എനിക്കിതൊന്നും സഹിക്കേണ്ടി വന്നിട്ടില്ല, എനിക്കിതൊന്നും ആവശ്യമായിരുന്നില്ല, ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മരണത്തിൽ കൂടി അല്ലെങ്കിൽ കഷ്ടതയിൽ കൂടി കടന്നു പോകുന്നവർ ചില ആളുകൾ സഭയിലുണ്ട്. അവർക്ക് ആശ്വസിക്കാൻ എന്റെ ശരീരത്തിൽ മരണകരമായ അനുഭവത്തിൽ കൂടി കടന്നുപോയി എന്നതാണ് പൗലോസ് ഇവിടെ പറയുന്നതിന്റെ വ്യക്തമായ അർത്ഥം. ചിലപ്പോൾ നമ്മൾ അനുഭവിച്ച ചില വേദനകൾ, നമ്മൾ അന്ന് കടന്നുപോയ ചില രോഗങ്ങൾ, നമ്മൾ അന്ന് കടന്നുപോയ ചില ക്ഷീണങ്ങൾ, നമ്മൾ അന്ന് കടന്നുപോയ ഒറ്റപ്പെടലുകൾ, ചിലപ്പോൾ ദൈവം നമ്മളെ അതിന് വിടുവിക്കാൻ സാധ്യതയുണ്ട്. ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ വിടുവിക്കട്ടെ. പക്ഷെ വിടുവിക്കുമ്പോൾ ഇതിൽ കൂടി കടന്നു പോകുന്ന ചിലരെ കേവലം അതിൽ നിന്ന് വിടുവിക്കാൻ മാത്രമല്ല, അവരുടെ അന്നത്തെ അവസ്ഥ മനസ്സിലാക്കി യഥാർത്ഥ വിടുതലിന്റെ സത്യത്തിലേക്ക് കൊണ്ടുവരുന്ന അപ്പോസ്തലനായ പൗലോസ് 1:5-6 പറഞ്ഞ യഥാർത്ഥ പ്രത്യാശയിലേക്ക് അവരെ കൊണ്ടെത്തിക്കാൻ, അവരുടെ ശരീരത്തിൽ അവർ നേരിടുന്ന ആ സാഹചര്യത്തിൽ സഹതാപം കാണിപ്പാൻ ദൈവം നമുക്ക് അവസരങ്ങൾ തരുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ ദൈവം നമുക്ക് കൃപ. 2 കൊരിന്ത്യ ലേഖനം 7-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 2 കൊരിന്ത്യ ലേഖനം 7-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. I am acting with great boldness toward you. I have great pride in you. I am filled with comfort in all our affliction. I am overflowing with joy. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് എന്താ പറയുന്നത്?
4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, എനിക്ക് പ്രാഗൽഭ്യം വലിയത്, നിങ്ങളിലുള്ള എന്റെ പ്രശംസ വലിയത്, ഞാൻ ആശ്വാസം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആശ്വാസം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഈ 7-ാം അധ്യായം നിങ്ങൾ മുഴുവനായി ഒന്ന് വായിക്കണം. ആശ്വാസത്തിന്റെ ഒരു കഥ തന്നെയാണ് 7-ാം അധ്യായം. അപ്പോസ്തലനായ പൗലോസ് സഭയെ ആശ്വസിപ്പിച്ചു. 1-ാം അധ്യായത്തിൽ പറഞ്ഞു. 7-ാം അധ്യായത്തിൽ പറയാ, നിങ്ങൾ എനിക്ക് ആശ്വാസമായി. അല്ലെ? നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. അതാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. എങ്ങനെ ആശ്വാസമായി എന്നാ പറയുന്നത്? അത് മനസ്സിലായില്ലെങ്കിൽ 5, 6, 7 ഒക്കെ ഒന്ന് വായിച്ചാൽ മതി. തീത്തോസിന്റെ വരവിനാൽ എങ്ങനെ കിട്ടി? ആദ്യ ലേഖനം അപ്പോസ്തലനായ പൗലോസിന്റെ വളരെ കട്ടിയുള്ള ലേഖനമായിരുന്നു. മാനസാന്തരത്തിന്റെ ലേഖനമായിരുന്നു. നിങ്ങളുടെ സഭയിൽ ഒരുവൻ വലിയ പാപങ്ങൾ ചെയ്തിട്ട് നിങ്ങൾ അവരെ എല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ളതിൽ നിങ്ങൾ നിൽക്കാൻ മോശമില്ലേ? നിങ്ങൾ നാണം തോന്നാത്തത് എന്താ? വെളിയിൽ പോലും നടക്കാത്ത പാപങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന സഭ എന്താ ഇങ്ങനെ മാനസാന്തരമില്ലാതെ നടത്തുന്നത്? അവനെ പുറത്താക്ക് എന്നൊക്കെ ശക്തമായ ഭാഷയിൽ പൗലോസ് പറഞ്ഞു. അപ്പോൾ പൗലോസിന് തീത്തോസ് വന്ന് സഭയിലെ നടക്കുന്ന കാര്യങ്ങൾ പറയുന്ന സമയം വരെയും പൗലോസിന് സമാധാനമില്ല. നിങ്ങൾ അതവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ 5ഉം 6ഉം വാക്യങ്ങളൊക്കെ, എനിക്ക് വേറെ കൊലോസിലേക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതുകൊണ്ട് ഞാനത് വിടുകയാണ്. ഞാൻ ഈ പറഞ്ഞത് അവിടെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. 5-ാം അധ്യായത്തിലും 6-ാം വാക്യത്തിലും ഇപ്പൊ നമ്മൾ വായിച്ച 7-ന്റെ 5, 6, 7 വാക്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചാൽ മതി. അദ്ദേഹം വളരെ മനോഭാരത്തിലായിരുന്നു മക്കെദോനിയയിലായിരിക്കുമ്പോൾ. കാരണം തീത്തോസ് വന്ന് ഈ വാർത്ത, എന്ത് വാർത്ത പറയണം? അതിന്റെ 7-ാം അധ്യായത്തിൽ നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആമേൻ, നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല, മാനസാന്തരത്തിനായിട്ട് ദുഃഖിച്ചതിനാൽ അത്രേ നിങ്ങൾക്ക് ഞങ്ങളാൽ ഛേദം വരാൻ തക്കവണ്ണം ദൈവപ്രകാരമല്ലോ ദുഃഖിച്ചത്. എന്ന് പറഞ്ഞാൽ ഈ സഭ ദുഃഖിച്ചു. ഞാൻ ഇത്ര ശക്തമായി ദൈവവചനം പറഞ്ഞതുകൊണ്ട് ഇവർ പിണങ്ങിപ്പോയില്ല. എന്താ പിന്നെ ഞങ്ങൾ പൗലോസിനെ ഒന്നും വേണ്ട, അദ്ദേഹം വേറെ എന്തെങ്കിലും കാര്യം ചെയ്തോട്ടെ, ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഉപദേശമൊന്നും വേണ്ട എന്ന് ഒരുപക്ഷെ തീത്തോസ് വന്ന് പൗലോസിനോട് പറഞ്ഞില്ല, പൗലോസ് തകർന്നു പോയനെ. പൗലോസ് ചിന്തിച്ചത്, ഇവർ എന്റെ ഈ ലേഖനത്തെ എങ്ങനെ എടുക്കും? ഞാൻ അവരെ തിരുത്തുവാൻ കഠിനമായ ഭാഷകളിലാണ് പൗലോസ് ലേഖനങ്ങൾ എഴുതിയത്, അതിനു മുമ്പുള്ള ലേഖനങ്ങൾ എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അപ്പോൾ ശക്തമായ ഭാഷയിൽ പൗലോസ് തിരുത്തുമ്പോൾ പൗലോസിന് ഭയമുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഭയം എന്ന സെൻസിൽ പറഞ്ഞാൽ പോസിറ്റീവ് ആയാലും, എന്നാൽ ഇവർ എങ്ങനെ പ്രതികരിക്കുമെന്ന് പൗലോസിന് അറിയണമായിരുന്നു. അതുകൊണ്ട് വലിയ ഭാരമായിരുന്നു, ഇറിറ്റേറ്റഡ് ആയിരുന്നു പൗലോസ്. തീത്തോസ് വരവിനാലാണ് ആശ്വാസം ലഭിച്ചത്. അപ്പം ഇതിന്റെ 6-ാമത്തെ താഴോട്ടൊക്കെ വായിക്കുന്നുണ്ട്. 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, അവനുണ്ടായ സന്തോഷ നിമിത്തം ഞങ്ങൾ എത്രയധികം സന്തോഷിച്ചു എന്ന് പറഞ്ഞാൽ തീത്തോസിനെ അവിടെ വിടുമ്പോൾ അവർ തീത്തോസിനെ ഭയത്തോടെ അംഗീകരിച്ചു. അതിനകത്ത് താഴോട്ട് വായിക്കുന്നുണ്ട്. സ്തോത്രം. 14-ാമത്തെ വാക്യത്തിൽ, അവനോട് നിങ്ങളെക്കുറിച്ച് വല്ലതും പ്രശംസിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ലജ്ജിച്ചു പോയില്ല. ഞങ്ങൾ നിങ്ങളോട് സകലവും സത്യമായി പറഞ്ഞു. തീത്തോസും പ്രശംസിച്ചതും സത്യമായി. 15-ാമത്തെ വാക്യം, അവൻ ഭയത്തോടും വിറയലോടും കൈക്കൊണ്ടതിനാൽ നിങ്ങൾ എല്ലാവരും കാണിച്ച അനുസരണം ഞങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങളുടെ അനുസരണം, അതിന്റെ അനുരാഗം അത്യന്തം, ആമേൻ, വർദ്ധിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് എല്ലാ കാര്യത്തിലും ധൈര്യപ്പെടുവാൻ ഇടയായതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ, തീത്തോസ് അവിടെ ചെന്നപ്പോൾ പൗലോസ് വിട്ടതാണെന്ന് പറഞ്ഞാൽ പൗലോസിന്റെ ഒരാളായിട്ട് അവിടെ ചെന്നപ്പോൾ അവർ ഭയത്തോടെ തീത്തോസിനെ സ്വീകരിച്ചു. അതെന്തിന്റെ തെളിവാ? പൗലോസിനെ സ്വീകരിക്കുന്നതിന്റെ തെളിവാ. പൗലോസിനെ അംഗീകരിക്കാത്ത സഭയായിരുന്നു കൊരിന്ത്യ സഭ. പൗലോസ് സ്ഥാപിച്ചതാണ്. പക്ഷെ പിന്നീട് വലിയ പാപത്തിലേക്ക് പോയിട്ടും അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് സഞ്ചരിച്ചിട്ട്, പൗലോസ് ഞങ്ങളുടെ ആരാ, ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ അറിയാം, പൗലോസ് ഒന്നും അപ്പോസ്തലനൊന്നും അല്ല, കേഫാവാണ് നല്ല അപ്പോസ്തലൻ. അവിടെ പല ഗ്രൂപ്പുകളായി അവസാനം തിരുത്തലിന്റെ മെസ്സേജ് ഭാരത്തോടു കൂടി അപ്പോസ്തലനായ പൗലോസ് അവതരിപ്പിച്ചു, കൊടുത്തുവിട്ടു. പക്ഷെ അതിന്റെ മറുപടി കേട്ടപ്പോൾ അപ്പോസ്തലനായ പൗലോസിന് ഭയങ്കര സന്തോഷമായി. ഞാൻ എന്താ ഈ പറയുന്നത് അറിയാവോ? ദൈവദാസനായ പൗലോസിന് തന്റെ കഷ്ടങ്ങൾ സഭയ്ക്ക് ആശ്വാസമായി. എന്നാൽ സഭയുടെ മാനസാന്തരം പൗലോസിന് ആശ്വാസമായി. പൗലോസന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിലെന്ത് ലാഭമുണ്ടാക്കിയെന്നല്ല, ഇതിലെത്ര പേർ ദൈവത്തിങ്കലേക്ക് അടുത്തു എന്നുള്ളതാ, അതിലെത്ര പേർ യേശുവിന്റെ പുറകെ പോയെന്നുള്ളതാ. നിങ്ങൾ ഭയങ്കരമായിട്ട് അധ്വാനിച്ചു, നിങ്ങളുടെ കുഞ്ഞൊന്നും പഠിക്കുന്നില്ല, നിങ്ങൾക്ക് അധ്വാനിക്കുന്നതിൽ വളരെ ദുഃഖം തോന്നും. എന്നാൽ നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ട് നിങ്ങളുടെ കുഞ്ഞ് നന്നായിട്ട് പഠിപ്പിക്കുന്ന റിസൾട്ട് വരുന്ന ദിവസം നിങ്ങൾക്ക് മറ്റൊന്നും വേണ്ട. ആ കുഞ്ഞ് നന്നായിട്ടൊന്ന് നിൽക്കുന്നത് കണ്ടാൽ നിങ്ങൾ ഒരു പക്ഷേ റൂമിലിരുന്ന് കരയും. ഇതാ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതിന്റെ ചുരുക്കം. ഞാൻ കഷ്ടപ്പെടാം, അത് നിങ്ങളുടെ ആശ്വാസത്തിനാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെടാം.
നിങ്ങളെ ആശ്വസിപ്പിക്കേണ്ടതിനായി ഇനി എന്തെങ്കിലും ഘട്ടത്തിൽ കൂടി ഞാൻ പോകണമോ, മരണത്തിനപ്പുറത്തുള്ള എന്തെങ്കിലും ഘട്ടത്തിൽ കൂടി ഞാൻ പോകണം, മരണകരമായ ഘട്ടത്തിൽ വരെ ഞാൻ പോയി, ഓക്കെ, നിങ്ങളുടെ ആശ്വാസത്തിനായി ഞാൻ അതിനു വേണ്ടി പോകാം, കാരണം അത്രമാത്രം എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. പക്ഷേ നിങ്ങളും എനിക്കൊരാശ്വാസമാണ്. എങ്ങനെയാ? ഞങ്ങൾ വെളിപ്പെടുത്തുന്ന ദൈവിക സത്യങ്ങളാൽ മാനസാന്തരപ്പെടുമ്പോൾ ഭയങ്കര സന്തോഷം. പൗലോസ് പറയുന്നത്, ഞങ്ങൾ ജോലി ചെയ്ത് നിങ്ങളുടെ ഇടയിൽ നിന്നത് വെറുതെ അല്ല, ഞങ്ങൾക്കത് ഭയങ്കര ആശ്വാസമായി. പൗലോസിനെ പോലെയുള്ള ഭക്തന്മാർ ഇന്ന് വളരെ കുറവാണ് എന്നുള്ളതാണ് വാസ്തവമായ സത്യം. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞതുപോലെ ഇതിനെക്കുറിച്ച് ഒത്തിരി പറവാനുണ്ട്. എന്റെ മനസ്സിൽ ഒത്തിരി കാര്യങ്ങൾ വരുന്നു, ഞാനത് വിടുകയാണ്. സ്വത്രം കൊലോസ്യ ലേഖനത്തിന്റെ ചിന്തയിൽ പറഞ്ഞാൽ, തന്റെ ശരീരത്തിൽ പൂരിപ്പിക്കാൻ പറ്റുന്നതെല്ലാം പൂരിപ്പിച്ചു. നമ്മുടെ ലൈഫിൽ ചെറിയ ചെറിയ ചില സാഹചര്യങ്ങൾ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം നമുക്ക് പൂരിപ്പിക്കാനായിട്ടൊന്നും ബാക്കിയില്ലെങ്കിലും ദൈവത്തിന്റെ സത്യം വെളിപ്പെടുത്താൻ ദൈവം നമ്മളെ ഉപയോഗിക്കുന്നുണ്ട്, മറ്റുള്ളവർക്ക് ആശ്വാസമാകാൻ, നമ്മുടെ കഷ്ടങ്ങൾ കാരണമാകും. കർത്താവേ, എന്നെ എങ്ങനെങ്കിലും ഈ കഷ്ടത്തിൽ വിടിവിച്ചാട്ടെ എന്നല്ല പൗലോസ് പറയുന്നത്. തീർച്ചയായിട്ടും വിടിവിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു, പക്ഷേ അത് മറ്റുള്ളവരുടെ ആശ്വാസത്തിന് കാരണമായി തീരത്തക്ക രീതിയിൽ പൗലോസിനെ വിടിവിച്ചു എന്നതാണ് പൗലോസ് പറയുന്നത്. നമ്മളെ എന്തെങ്കിലും കാര്യത്തിൽ ദൈവം വിടിവിച്ചെങ്കിൽ അത് മറ്റുള്ളവരുടെ ആശ്വാസത്തിന് കാരണമാകുവാൻ ദൈവം ഇടയാകട്ടെ. സ്തോത്രം. ദൈവസന്നിധിയിൽ ഞാൻ ആ ഭാഗം വിട്ടിട്ട്, സ്തോത്രം, ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ട് കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞുകൊണ്ടിരുന്ന ആ വേദഭാഗത്തിലേക്ക് വരുവാനായി താല്പര്യപ്പെടുകയാണ്. ഇന്ന് വേഗത്തിൽ ഞാൻ 1-2 കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ട്. സ്തോത്രം, ഞാൻ വേഗത്തിൽ പറയാം. തിഹിക്കോസിനെ പറ്റി അപ്പോസ്തലനായ പൗലോസ് ഈ ആശ്വാസനെ പറഞ്ഞുകൊണ്ട് തിഹിക്കോസിനെ പറ്റി പറയുന്ന 3 വാക്കുകളുണ്ട്. 3 വാക്കുകൾ. അത് 3 വാക്കുകൾ ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ? തിഹിക്കോസിനെ പറ്റി പൗലോസ് പറയുന്ന 3 തന്റെ ആ ഒരു വാക്കുകൾ 7-8. Colossians chapter 4 verse 7 and 8. Tychicus will tell you all about my activities. He is a beloved brother and faithful minister and faithful servant in the Lord. I have sent him to you for this very purpose, that you may know how we are, that he may encourage your hearts. ഈ ആശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, എനിക്ക് ഇതിലേക്ക് വന്ന് അവസാനിപ്പിക്കണം. സ്വതന്ത്രം, ഈ കൊലോസ്യ ലേഖനത്തിൽ തന്നെ നോക്കിയാൽ 2-ാം അധ്യായത്തിൽ നമ്മളിപ്പോൾ വായിക്കണ്ട, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ കാണുന്നു. അതിനകത്ത് 2-ാമത്തെ വാക്യത്തിന് അതിനിടയിൽ ഇങ്ങനെ ഒരു വാക്കുണ്ട്. സ്തോത്രം, അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനം വിവേകപൂർവ്വത്തിന്റെ സമ്പത്തും പ്രാപിക്കാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം എന്ന് വെച്ച് ഞങ്ങൾ എത്ര വലിയ പോരാട്ടം കഴിക്കുമെന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞ കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞ അതേ വാക്കുകൾ അപ്പോസ്തലൻ പൗലോസ് മറ്റു രീതിയിലൂടെ പറയുന്നുണ്ട്. സ്തോത്രം, പോരാട്ടം കഴിക്കും, നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അവനിൽ ജ്ഞാനത്തിന്റെ പരിജ്ഞാനത്തിന്റെ നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിരിക്കുന്നു. വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിപ്പാതിരിപ്പാൻ ഞാൻ പറയുന്നു. ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. ഞാൻ ഈ കൊലോസ്യ ലേഖനത്തിൽ കൂടെ കണക്ട് ചെയ്തത് പറഞ്ഞോട്, അത് പറയാതിരുന്നാൽ അത് പൂർണ്ണമാകത്തില്ല. അപ്പോസ്തലനായ പൗലോസ് ഈ ആശ്വാസം കാരണമാകുന്ന അപ്പോസ്തലനായ പൗലോസ് എന്താ പറയുന്നത്? തന്റെ ലൈഫിൽ നേരിട്ട കഷ്ടങ്ങൾ സഭ അറിയണം. അതറിയുന്നതിലൂടെ അപ്പോസ്തലനായ പൗലോസ് ജാതിയായ കൊലോസ്യ സഭയോട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ മുഖം കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ പരസ്പരം സ്നേഹത്തിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിലേക്ക് വളരുന്നതിൽ എനിക്ക് ഭയങ്കര ആശ്വാസമാണ്. അത് ഓർക്കുമ്പോൾ, അത് കേൾക്കുമ്പോൾ എനിക്ക് ആശ്വാസമാണ്, നിങ്ങളുടെ പരസ്പരമുള്ള സ്നേഹം. അതുകൊണ്ടാണ് തൊട്ടു മുമ്പത്തെ വാക്യത്തിൽ 4-ാം അധ്യായത്തിൽ നമ്മളിപ്പോൾ വായിച്ച വാക്യത്തിന് മുമ്പിൽ കാണുന്നത്, എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിന്റെ മർമ്മം എന്ന് പറഞ്ഞാൽ ഞാനിന്ന് ബന്ധനത്തിലായിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞേ പറ്റൂ, കാരണം അതും നിങ്ങളുടെ ആശ്വാസമാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് തിഹിക്കോസിനോട് പറഞ്ഞു വിടുന്നത്. 2-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങൾ മനസ്സിലായില്ലെങ്കിൽ ഞാൻ പിന്നീട് ഒരിക്കൽ അതിനെക്കുറിച്ച് മാത്രം അവസാന സമയങ്ങളിൽ ഞാൻ നിങ്ങളോട് പറയാം. അപ്പോസ്തലനായ പൗലോസ് പറയും, കൊലോസ്യ സഭയോട് പറയുകയാണ്, എന്റെ ലൈഫ് നിങ്ങൾക്ക് ആശ്വാസമായി തീരണം. അതിനുവേണ്ടി എനിക്ക് കുറച്ച് കാര്യം കൂടെ പറയാനുണ്ട്, കുറച്ച് കാര്യം കൂടെ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. അത് തിഹിക്കോസ് വന്ന് പറയും. എന്ന് തിഹിക്കോസിനെ പറ്റി പറയുന്ന ഭാഗങ്ങൾ ഞാനൊന്ന് തുടങ്ങി വെച്ചിട്ട് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് തിഹിക്കോസിനെ പറ്റി പറയുന്ന വേദഭാഗങ്ങൾ നമ്മൾ ഇവിടെ വായിക്കാനും, ബിലവഡ് ബ്രദർ,
വളരെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരൻ. നമുക്കറിയാം, അപ്പോ മത്തായിയുടെ സുവിശേഷത്തിൽ യേശു കർത്താവ് ശിഷ്യന്മാര് ഒരു വല്ലാത്ത ചോദ്യം ചോദിച്ച സമയത്ത്, ഞങ്ങൾക്ക് സകലതും വിട്ട് നിന്നെ അനുഗമിച്ചതുകൊണ്ട് എന്ത് കിട്ടുമെന്നൊക്കെ ചോദിച്ചപ്പോൾ, അതൊരു അത്ര നല്ല ചോദ്യമല്ല സ്വതന്ത്രമെങ്കിലും ഓക്കെ അറിയാൻ വേണ്ടി ചോദിച്ചതെന്ന രീതിയിൽ ചോദിച്ച സമയത്ത് യേശു കർത്താവ് പറയുന്നൊരു മറുപടി ഉണ്ട്. 19-ാം അധ്യായത്തിന്, മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം, ജസ്റ്റ് 29 മാത്രം ഒന്ന് വായിച്ചാട്ടെ. And everyone who has left houses or brothers or sisters or father or mother or children or lands for my name's sake will receive 100 and will inherit eternal life. യെസ്, ഇവിടെ എന്താണ് യേശു കർത്താവ് പറഞ്ഞത്? ക്രിസ്തു നിമിത്തം നിങ്ങളുടെ സഹോദരങ്ങളെയോ എന്തൊക്കെ നിങ്ങൾ ഉപേക്ഷിച്ചോ നിങ്ങൾക്ക് 100 മടങ്ങ് ലഭിക്കും. അപ്പോസ്തലനായ പൗലോസിന്റെ സഹോദരങ്ങൾ അപ്പോസ്തലനായ പൗലോസിനെ സപ്പോർട്ടൊന്നും ചെയ്തിട്ടില്ല. സഹോദരങ്ങൾ പോട്ടെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് വ്യക്തമല്ലെങ്കിലും തന്റെ സമുദായത്തിലുള്ള കുടുംബ വ്യക്തികൾ പോലും അപ്പോസ്തലനായ പൗലോസിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഇങ്ങനെ പറയുന്ന എപ്പഫ്രാദിത്തോസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, പല ആളുകളെ പറ്റി പൗലോസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ബിലവഡ് ബ്രദറായ എൻ്റെ തീക്കോസ് എന്ന് പറഞ്ഞ അപ്പോസ്തലനായ പൗലോസ് പറയാണ്, എന്റെ രക്തത്തിൽ നിന്നുള്ള എൻ്റെ സഹോദരന്മാർ എൻ്റെ കൂടെയില്ല, പക്ഷെ എനിക്ക് ബിലവഡ് ബ്രദർ എന്ന് പറയാൻ കഴിയുന്ന ഒരു തീക്കോസ് എനിക്കുണ്ട്. സ്തോത്രം. അവനെയാണ് ഞാൻ നിങ്ങളുടെ വേണ്ടി അയക്കുന്നത് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ലോകത്തിന്റെ രക്തബന്ധത്തിലുള്ള ബന്ധങ്ങൾ എന്നോടൊപ്പം സപ്പോർട്ട് ചെയ്യാനില്ല, പക്ഷെ യഥാർത്ഥ രക്തബന്ധത്തിൽ നിന്നും, ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിൽ നിന്നും യഥാർത്ഥ ബന്ധം, നിത്യത വരെ നിലനിൽക്കുന്ന ബന്ധത്തിന്റെ ഒരു ബന്ധമാണ് ഈ കൂട്ടായ്മയുടെ ഉൾപ്പെടെ ബന്ധം. നമുക്ക് പരസ്പരം കളർ കൊണ്ടും ശൈലികൾ കൊണ്ടും പശ്ചാത്തലങ്ങൾ കൊണ്ടും വ്യത്യസ്തരാണ്. ഞാനിപ്പോൾ വായിച്ച കൊലോസ് ലേഖനം പോലെ, ഞാൻ ദൂരസ്ഥനാണ്, 2-ാം അധ്യായത്തിന് 5-ാം വാക്യത്തിൽ പറയാൻ, എനിക്ക് നിങ്ങളെ കാണുവാൻ ആഗ്രഹമുണ്ട്. ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞതാണ്, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായനായ പൗലോസ് ജാതീയ പശ്ചാത്തലത്തിൽ നിന്ന് കടന്നു വന്ന കൊലോസ് സഭയോട് പറയാം, എനിക്ക് നിങ്ങളെ കാണുവാൻ ഭയങ്കര ആഗ്രഹം. സിൻസിയറായ സ്നേഹം. അങ്ങനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം പൗലോസിനോടൊപ്പം ഉണ്ടെന്ന് പൗലോസിന് ബോധ്യമുണ്ടായിരുന്നു. അതിലൊരുവനാണ് തിഹിക്കോസ്. പൗലോസ് പറയുകയാണ്, ആമേ സ്തോത്രം, ആമേൻ, എനിക്ക് വളരെ പ്രിയപ്പെട്ട സ്തോത്രം എൻ്റെ ആമേ സഹോദരനായ തിഹിക്കോസ്. ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ മഹത്വം. എനിക്കറിയാം, ഞാൻ ഉദ്ദേശിച്ചിടത്തോളം പറയാൻ എന്ന് പറ്റിയില്ല, കുഴപ്പമില്ല, അത്രയൊക്കെ പറയാനേ ദൈവത്തിന് ഉദ്ദേശമുള്ളൂ. ബാക്കി നിങ്ങൾ തന്നെ വായിച്ചാൽ മനസ്സിലാവും. ഞാനിപ്പോൾ തുടങ്ങി വെച്ച ഭാഗം കൊണ്ട് ബാക്കി വായിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും മഹത്വം എന്ന് പറയുന്നത്. വെറും കുറെ ഉപദേശങ്ങളുടെ കണക്കുകളാൽ കുടുക്കപ്പെടുന്ന ഒരു ക്രിസ്ത്യാനിറ്റി അല്ല കൊലോസ്യ ലേഖനത്തിൽ കൂടി നമുക്ക് കാണിച്ചു തരുന്നത്. 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നമ്മളിപ്പോൾ വായിച്ചു നിർത്തിയ വാക്ക് എന്താണ് അവിടെ പറഞ്ഞത്? ഞാൻ മറ്റ് ഭാഗങ്ങളിലേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ ഭാഗം ഒന്നുകൂടെ പറയാം. 2-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നു, നിങ്ങൾക്കും ലുവോദിക്കയിലുള്ളവർക്കും ജഡത്താൽ എന്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി അവർ ക്രിസ്തുവെന്ന ദൈവവചനത്തിന്റെ പരിജ്ഞാനം വിവേകപൂർണ്ണതയുടെ സമ്പത്തും പ്രാപിക്കാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം. ഞാൻ അന്ന് നിങ്ങളോട് ഇതിന്റെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിച്ചതാ, ഞാൻ ചുരുക്കി ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ലുവോദിക്കയിലുള്ളവർക്കും കൊലോസിലുള്ളവർക്കും എന്റെ മുഖം കണ്ടിട്ടില്ല, പക്ഷെ നമ്മളെല്ലാവരും സ്നേഹത്തിൽ ഏകീഭവിക്കുമ്പോൾ ക്രിസ്തു എന്ന മർമ്മത്തിലേക്ക് നിങ്ങൾ വളരും എന്ന് പറഞ്ഞാൽ എന്താ പൗലോസ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ സ്നേഹത്തിൽ റിയലായാൽ, കണ്ണു അടച്ച് കൂട്ടുവിശ്വാസിയെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ, നിങ്ങളുടെ പായിലിരുന്ന് ആരാധിക്കുന്ന വ്യക്തിയെ കണ്ണു അടച്ച് സ്വന്തം പോലെ സ്നേഹിക്കും. അവരാരാ ഞങ്ങളുടേത് എന്നല്ല, ഓ അവരെന്റെ സഹോദരനാണ്, അവൻ എൻ്റെ സഹോദരിയാണ്, അതെന്റെ അപ്പനാണ്, അതെന്റെ അമ്മയാണ്. അവരുടെ മക്കൾക്ക് അവരെ നോക്കിക്കൂടെ? അല്ല, അത് എൻ്റെ അമ്മ പോലെയാ. ദൈവം എനിക്ക് 100 മടങ്ങ് അപ്പനെയും അമ്മയൊക്കെ തരാന്ന് പറഞ്ഞില്ലേ, അതാണ് അവർ.
അവരുടെ അപ്പനും അമ്മയും നോക്കി എന്നുള്ളതല്ല, മക്കൾ നോക്കി എന്നുള്ളതല്ല, എനിക്ക് അവരെ അപ്പനും അമ്മയായ ദൈവം തന്നു. ഇതാണ് അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതത്തിൽ കൂടിയും കൂടിയും മനസ്സിലാക്കിയിട്ടാണ്. ഈ ലേഖനം വെറുതെ എഴുതുകയല്ല. 2:5, 2:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് അനുഭവിച്ചിട്ടാ പറയുന്നത്. എനിക്ക് പ്രിയ സഹോദരനായ തിഹിക്കോസ്, ഞാൻ ഇന്ന് ഈ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ എത്ര പേർക്ക് പ്രിയ സഹോദരനായി, നിങ്ങൾ എത്ര പേർക്ക് പ്രിയ സഹോദരിയായി, നിങ്ങൾ എത്ര പേർക്ക് ഏറ്റവും പ്രിയമുള്ള ഒരപ്പനായി? എനിക്ക് ആ അങ്കിൾ അമ്മയെ പോലെ, അല്ലെങ്കിൽ അപ്പനെ പോലെ, ആ ആന്റി എനിക്ക് അമ്മയെ പോലെയാണ്, എനിക്ക് ആ അങ്കിൾ എനിക്ക് അപ്പനെ പോലെയാ, ആ സഹോദരൻ എനിക്ക് സഹോദരനെ പോലെയാ, ആ സഹോദരി എന്റെ സ്വന്തം സഹോദരിയെ പോലെയാ എന്ന് തോന്നുവാൻ നിങ്ങളുടെ ലൈഫ് കൊണ്ട് എത്ര പേർക്ക്, നിങ്ങളുടെ ജീവിതം കൊണ്ട് കാരണമായി? നിങ്ങൾ അങ്ങനെ ഫോൺ ചെയ്യുന്നവർ എത്ര പേരുണ്ട്? അങ്ങനെ നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന എത്ര പേരുണ്ട്? അങ്ങനെ പറ്റുന്ന ഒരു മാർഗം മാത്രമേ ഈ ലോകത്തിലുള്ളൂ, ക്രിസ്തീയ മാർഗം. ലോകത്തിലെ ഒരു ബന്ധത്തിന് അത് പറ്റത്തില്ല, പക്ഷെ ക്രിസ്തുവിന്റെ ബന്ധത്തിന് സാധ്യതകൾ അത് മാത്രമാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങൾ നിങ്ങളോളം എത്തിയെങ്കിൽ ഒരുമിച്ച് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വളരുവാൻ, ക്രിസ്തുവിലേക്ക് വളരുവാൻ ദൈവം നമ്മളെ ഒരുമിച്ച് സഹായിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ദൈവത്തിന് ഇരിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും.